പ്രിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പരീക്ഷാ കാലഘട്ടം ആയി വരികയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് അനായാസേന ജയിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഫുൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ പറയുന്നത് വളരെ എളുപ്പം, അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ വീഡിയോ ആരും കാണാതെ പോകരുത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്താൽ തുടർന്ന് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ, ആകെ 11 ചാപ്റ്ററാണുള്ളത്. 11 ചാപ്റ്ററിന് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് ഇത്. റിവ്യൂ ഓഫ് C++. അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് എ C++ ലാംഗ്വേജ്, അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് C++. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ടോക്കൺസ് ഏതൊക്കെയാണ് അതിനകത്ത് ചോദിക്കാൻ പറ്റുന്നത്. ടോക്കൺസ്, ദേ ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം. അത് കീവേഡ്സ്, ദെൻ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ആ കാര്യം പഠിക്കുക. അപ്പോൾ ഈ ടോക്കൺസ് എന്താണെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ദേ ആർ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. പേര് മറക്കരുത്, പേര് ഓർത്ത് വെച്ചേക്കുക. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. അതിനുള്ള വിശദമായിട്ടുള്ള പറയാനുള്ള ഈ സമയം ഇപ്പോൾ അത് പര്യാപ്തമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. പഠിക്കേണ്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എണ്ണമുണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫും സ്വിച്ചും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വൈൽ, ഫോർ, ഡു വൈൽ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി വൈൽ ആൻഡ് ഫോർ ആർ എൻട്രി കൺട്രോൾ ലൂപ്പ്, ഡു വൈൽ ഈസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ അതും പരീക്ഷയ്ക്ക് വെച്ച് ചോദിച്ചേക്കാതെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെയിം ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. അപ്പം ഏതൊക്കെ എഴുതാം? വൈലും ഫോർ ലൂപ്പ്. കാരണം എന്താണ്? ആ ലൂപ്പ് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ സിൻറ്റാക്സ് നോക്കിയാൽ അറിയാം. ആദ്യമേ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. വൈൽ കണ്ടീഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അതാണ് പറയുന്നത്. ഡു വൈൽ കണ്ടീഷനിൽ ഡു വൈൽ അവസാനമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എക്സിറ്റ് കൺട്രോൾ എന്ന് പറയും. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 കാര്യമേ ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് പറയുന്നുള്ളൂ. ഒരു ലൂപ്പിൻ്റെ 4 ഭാഗങ്ങൾ: ഇനിഷ്യലൈസേഷൻ, എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ലൂപ്പ് ബോഡി. ഇനിയും അതാണ് നമുക്ക് അത്രയും മാത്രം കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പറയുക. സ്വിച്ചും ഈഫും തമ്മിലുള്ള വ്യത്യാസം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യുക, അത് ചോദിക്കും. എങ്കിൽ ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ടോക്കൺ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. കീവേഡ്സ് റിസർവേഡാണ്. ഐഡൻറ്റിഫൈ യൂസർ ഡിഫൈൻഡ് വേർഡാണ്. ലിറ്ററൽസ് ഡിനോട്ട്സ് ദെയർ വാല്യൂ ആണ്. ഓപ്പറേറ്റേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് സം ഓപ്പറേഷൻസ്. പങ്ക്ച്വേറ്റേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് കോമ. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ ഡേറ്റ. അത്രയും കാര്യം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫുകൾ, സ്വിച്ചും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വൈൽ, ഫോർ, ഡു വൈൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒരു ലൂപ്പിൻ്റെ 4 ഭാഗങ്ങൾ, കമ്പോണൻസ് ഓഫ് ലൂപ്പ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ അറേസ് ആണ്. അപ്പോൾ അറേയുടെ ഡെഫിനിഷൻ ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അറേസ് എ കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് ഡേറ്റ, സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ എ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷൻ. ഇതാണ് അറേയുടെ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നു. ഇൻറ്റ് നം, അറേയുടെ ബ്രാക്കറ്റ് ഇടുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, അതാണ് അറേ ഡിക്ലറേഷൻ. ഇനി അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ് ആണ്. അതൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, അപ്പോൾ അത് നിങ്ങൾ ഓർത്തോണം. ഇനിയും ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഗെറ്റ്സ്, ഗെറ്റ് ലൈൻ ഓർ ഗെറ്റ് ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇഫ് യു വാണ്ട് ടു സ്റ്റോർ സ്ട്രിങ്സ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസ് ഹാവിങ് മോർ ദാൻ 1 വേർഡ് വി ക്യാൻ യൂസ് ഗെറ്റ്സ് ഫങ്ഷൻ, ഗെറ്റ് ലൈൻ ഫങ്ഷൻ ഓർ ഗെറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക നിങ്ങൾ. ഇനിയും അതിനകത്ത് ഈ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. 3-ാമത്തെ ചാപ്റ്റർ ഫങ്ഷൻ. ഇത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം മാത്രമാണ് ഈ പറയുന്നത്, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം.
ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു പോകാം. ഫങ്ഷൻ ഗെറ്റ് ക്യാർ പുട്ട് ക്യാർ എന്താണെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ക്യാർ ടു ഇൻപുട്ട് എ ക്യാരക്ടർ, പുട്ട് ക്യാർ ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ. ഗെറ്റ് ലൈൻ, പുട്ട് റൈറ്റ് ഇതെല്ലാം സ്ട്രീം ഫങ്ഷൻസ് ആണ്. അത് ഓർക്കുക. അത് ഇൻപുട്ട് എ ക്യാരക്ടർ, ഇൻപുട്ട് എ സ്ട്രിങ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്, ഡിസ്പ്ലേ എ ക്യാരക്ടർ, റൈറ്റ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സ്ട്രിങ് ഫങ്ഷൻസ്, സി സ്ട്രിങ് ആണ് ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത്. സ്ട്രിങ് ലെൻ, സ്ട്രിങ് കോപ്പി, strcat, സ്ട്രിങ് കമ്പയർ ഐ ഇതെല്ലാം സ്ട്രിങ് ഫങ്ഷൻസ്. അപ്പോൾ നെയിം എനി 4 സ്ട്രിങ് ഫങ്ഷൻസ്. ലെങ്ത് മെഷർ ചെയ്യാൻ, ഒരു കോപ്പിയിൽ കാണുന്നത് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിങ് കാറ്റ്, അപ്പൻഡ് ചെയ്യാൻ വേണ്ടി ചേർത്ത് വെക്കാൻ വേണ്ടി. സ്ട്രിങ് കമ്പയർ 2 സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യാൻ. സ്ട്രിങ് കമ്പയർ ഐ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്റർ ആണെങ്കിലും അത് കമ്പയർ ചെയ്യും. അപ്പം അത് ഓർത്ത് വെച്ചേക്കാം. ഇനി കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഓർത്ത് വെച്ചേക്കാം. ABS, FABS, SQRT, POW ഫങ്ഷൻസ്. ആബ്സല്യൂട്ട് വാല്യൂ, ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ, SQRT സ്ക്വയർ റൂട്ട്, POW ഓർത്ത് വെച്ചേക്കാം. ഇനി കുറച്ച് ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. അത് ഈസി എർത്ത് വരുന്നുണ്ട്, ടു എർത്ത് വരുന്നുണ്ട്. ഈസ് അപ്പർ ആണോ, ഈസ് എപ്പോൾ വന്നാലും അതാണോ എന്നാണ്. ഈസ് അപ്പർ എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് ആണോ, ഈസ് ലോവർ കേസ് ആണോ, ഈസ് ആൽഫബറ്റ് ആണോ, ഈസ് ഡിജിറ്റ് ആണോ, ഈസ് ആൽഫ ന്യൂമറിക് ആണോ. ഇനി ടു അപ്പർ എന്ന് പറഞ്ഞാൽ അപ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ സ്മോൾ ലെറ്റർ തന്നിരിക്കും, അതിനെ അപ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ടു അപ്പർ ടു ലോവർ. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഓക്കെ. ഇനി കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസുമാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക്. 2 പോയിൻറ്റ് മാത്രം ഞാൻ പറയാം, അതും പരീക്ഷ. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ്, ദെൻ റെഫറൻസ് വേരിയബിൾസ് യൂസ്ഡ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. എല്ലാം ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇവിടെ പറയാൻ പറ്റത്തില്ല. 4ാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി. അതിനകത്തിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് പേജും ഡൈനാമിക് പേജ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സ്ഡ് ആണ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എവർ ചേഞ്ചിങ് എന്നാണ്. നമ്മുടെ ലാബിൽ ചെയ്യുന്നത് സ്റ്റാറ്റിക്കാണ്, നമ്മുടെ റിസൾട്ട് നോക്കുന്നത് ഡൈനാമിക് വെബ് പേജാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതൊന്ന് വായിക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേഴ്സസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ഇൻ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ, മറ്റേത് സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദി വെബ് സെർവർ. അതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് HTML-ൻ്റെ സ്ട്രക്ചർ. ഇത് പഠിച്ചാൽ ഒരു 3 മാർക്ക് കിട്ടും. HTML ഒരു സ്ട്രക്ചറാണ്. അത് ആരംഭിക്കുന്ന HTML, അവസാനിക്കുന്ന HTML. ഹെഡ് ക്ലോസ് ചെയ്ത്, ടൈറ്റിൽ ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്. അപ്പോൾ ഈ ബോഡിക്കകത്ത് എഴുതുന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ആ ബോഡി, അപ്പോൾ ഈ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതിനകത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ബോഡി ടാഗിൻ്റെ ഏതെങ്കിലും 2-3 അട്രിബ്യൂട്ട് പഠിച്ച് വെച്ചേക്കുക. ബോഡി ടാഗിൻ്റെ അതാണ്ട് ഏതൊക്കെയാണ് ബോഡി ടാഗിൻ്റെ അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്. ഇവിടെ BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്. ഇതാണ് അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാഗിന് കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഹെഡിങ് ടാഗുകൾ ഏതൊക്കെ? H1 to H6 ഓർത്ത് വെച്ചേക്കുക. H1 to H6. ഇനി അതിനകത്തിൽ മറ്റ് ചോദിക്കാനുള്ളത് നമുക്ക് കുറേ ടാഗുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് നെയിം എനി 4 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. B, I, U, S, സ്ട്രൈക്ക്, സ്മോൾ, ഇങ്ങനെ കുറേ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നിങ്ങളൊന്ന് ഏതെങ്കിലും 4 ഓർത്ത് വെച്ചാൽ മതി. മാർക്ക് യു എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മൾ ടി വിയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നത്, അതിന് ഉപയോഗിക്കുന്നതാണ് മാർക്ക് യു എന്ന് പറയുന്നത്. ഇനി IMG, ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് IMG. അതിൻ്റെ പ്രധാനപ്പെട്ട അട്രിബ്യൂട്ട് SRC ഓർത്ത് വെച്ചേക്കുക. SRC ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അട്രിബ്യൂട്ട് ഓഫ് IFG ടാഗ് ടു ഇൻസേർട്ട് ആൻ ഇമേജ്. 5ാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. വീണ്ടും അതിൻ്റെ തന്നെ ഒരു ഹയർ വേർഷനാണ്. ഇവിടെ ചോദിക്കുന്നത് ലിസ്റ്റ് ടാഗുകൾ ഏതൊക്കെ? 3 അൺഓർഡേഡ് ലിസ്റ്റ്, ഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇത് പ്രാക്ടിക്കലിന് ചോദിക്കും, ഇത് നിങ്ങളുടെ തിയറി പരീക്ഷയ്ക്ക്. UL അൺഓർഡേഡ് ലിസ്റ്റ്. അതിൻ്റെ 2-3 ടൈപ്പ് അട്രിബ്യൂട്ട് ഉണ്ട്. ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂസ്. OL ഓർഡേഡ് ലിസ്റ്റ്. അതിന് ന്യൂമറൽസ് ഒക്കെ ഉപയോഗിക്കാം. ക്യാപിറ്റൽ I വേണോ, സ്മോൾ ലെറ്റർ I വേണോ, ക്യാപിറ്റൽ A വേണോ എന്നൊക്കെ ആലോചിക്കാം നമുക്ക്. LI ഓരോ ഐറ്റത്തെയും സൂചിപ്പിക്കുന്നു. DL ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ എന്നെഴുതിയിട്ട് അതിൻ്റെ നിർവചനം എഴുതണം. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ ലിസ്റ്റിനകത്തിൽ അത് ഉൾപ്പെടുത്താം. അടുത്ത DL എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്. DT എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ടേം. ഏത് വാക്കിൻ്റെയാണോ നമുക്ക് ഡെഫിനിഷൻ എഴുതേണ്ടത് അതാണ്. DD എന്ന് പറഞ്ഞാൽ ഏത് വാക്കിൻ്റെയാണോ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് അതാണ് DD എന്ന് പറയുന്നത്.
ഇനി ലിങ്ക്സ് ഇൻ HTML അതും ചോദിക്കാം. ഇൻറ്റേർണൽ ലിങ്കിങ് ഉണ്ട്, ഹൈപ്പർ ലിങ്ക് ഉണ്ട്. അത് എ ടാഗാണ് ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള കണക്ഷനാണ് ലിങ്ക്. അതിനെക്കൊണ്ട് ആങ്കർ ടാഗ് എന്നാണ് വിളിക്കുന്നത്. അത് രണ്ട് തരമുണ്ട്. ഇൻറ്റേർണൽ ലിങ്കിങ് ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ട്. ഒരു പേജിലെ തന്നെ രണ്ട് ഭാഗങ്ങൾ തമ്മിലാണെങ്കിൽ ഇൻറ്റേർണൽ ലിങ്കിങ്, രണ്ട് വ്യത്യസ്ത പേജുകൾ തമ്മിലാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ലിങ്കിങ് എന്നും പറയും. ഇനി ടേബിൾ, നമുക്കൊരു ടേബിൾ റോയും കോളവും വരച്ചുള്ള ഒരു ടേബിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് TR ആണ്. അതിന് മറ്റ് അസോസിയേറ്റഡ് ടാഗാണ് ടേബിൾ ടാഗ് എന്ന് പറയുന്നത് TR THTD. ടേബിൾ റോ, ടേബിൾ ഹെഡിങ്, ടേബിൾ ഡേറ്റ, ഇതാണ് നമുക്ക് പറയുന്ന ഹെഡിങ് ടാഗുകൾ എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് കൺട്രോൾസ് ഇൻ ഫോം ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇൻപുട്ട് കൺട്രോൾസ് ഇൻ ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് കുറച്ച് 2-3 പഠിച്ചത്. ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, ഓപ്ഷൻ ബട്ടൺ, ചെക്ക് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, സബ്മിറ്റ്, റീസെറ്റ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, ഇത് 6ാമത്തെ ചാപ്റ്ററാണ്. സ്ക്രിപ്റ്റ് ടാഗാണ് സ്ക്രിപ്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഡേറ്റ ടൈപ്സ് അതും ചോദിക്കാം. ജാവാസ്ക്രിപ്റ്റിൽ ഏതെങ്കിലും 3 ഡേറ്റ, നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, ഓർത്ത് വെച്ചേക്കുക. ഇതുകൂടാതെ ഓപ്പറേറ്റേഴ്സ്. ഡാഷ് ഇസ് ദ കീവേഡ് യൂസ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വാർ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ വർഷത്തെ. വാർ, VAR കീവേഡ് ഓർത്ത് വെച്ചേക്കണം. വാർ, ഈ ഒറ്റ കീവേഡേ ഉള്ളൂ. C++ ആണെങ്കിൽ ഇൻഡ്യക്ക് 6 ഫ്ലോട്ട് എന്നൊക്കെ ഉണ്ട്. അതിന് പകരമായിട്ട് ഇവിടെയുള്ളത് വാറാണ്. ഓപ്പറേറ്റേഴ്സ് C++ പഠിച്ച പോലെ അരിത്തമെറ്റിക്, ഇൻക്രിമെൻറ്റ്, അസൈൻമെൻറ്റ്, റിലേഷണൽ, ലോജിക്കൽ, സ്ട്രിങ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് C++ പഠിച്ച പോലെയാണ്. ഈഫുകളുടെ പല രൂപങ്ങളുണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുണ്ട്, സിൻറ്റാക്സ് പഠിച്ച് വെച്ചേക്കണം സ്വിച്ചിൻ്റെ. ഇതാണ് സ്വിച്ചിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പുണ്ട്, ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ബോഡി. വൈൽ ലൂപ്പുണ്ട്, ഇനിഷ്യലൈസേഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി, അപ്ഡേറ്റ്. ഇത്രയാണ്. ഇനി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ചോദിച്ചാൽ ഈസ് നാൻ നോട്ട് എ നമ്പർ. ടു അപ്പർ കേസിലേക്ക് മാറ്റാൻ, ടു ലോവർ കേസിലേക്ക് മാറ്റാൻ. ക്യാർ അറ്റ്, ക്യാരക്ടർ അറ്റ് പൊസിഷൻ. ലെങ്ത് പ്രോപ്പർട്ടി, ഇത്രയും ഏതെങ്കിലും അറിഞ്ഞിരിക്കും. വെബ് ഹോസ്റ്റിംഗ്, ഏതൊക്കെ തരത്തിലുള്ള ഹോസ്റ്റിംഗ് ഉണ്ട്? ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ. പേരോർക്കുക, ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ പ്രൈവറ്റ്. ഷെയർഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ വെബ്സൈറ്റിനാണ്, ലെസ് ട്രാഫിക്കാണ്, അത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഗ്യാരണ്ടീഡ് പെർഫോമൻസ് ആണ്, എപ്പോഴും ഓണായിരിക്കും. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ സെയിം സർവീസ് ലെസ് കോസ്റ്റ് ദാൻ ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ്. ഡെഡിക്കേറ്റഡ് ആണ്, പക്ഷേ ലെസ് കോസ്റ്റ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനകത്തുള്ളത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. 8ാമത്തെ ചാപ്റ്റർ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനകത്ത് അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്ന് ഓർത്ത് വെച്ചേക്കണം. ഡാറ്റ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് കൺട്രോൾ, ഡാറ്റ ഇൻകോൺസിസ്റ്റൻസി, ഡാറ്റ എഫിഷ്യൻ്റ്ലി, ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഈസ് അലൗഡ്. ഇനി ഡാറ്റ കമ്പോണൻസ് ഓഫ് DBMS ഏതൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് DBMS എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്, അത് ഓർത്ത് വെച്ചേക്കണം. ടൈപ്പ് ഓഫ് യൂസേഴ്സ്, 1 DBA, 2 ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ, നെയ്വ് യൂസർ. ഇത്രയാണ് എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസ്. അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുന്ന ആൾ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് അത്യാവശ്യം ഉപയോഗിക്കുന്ന ആൾ, നെയ്വ് യൂസേഴ്സ് ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്ത ആൾ. ഓക്കെ. ഇനി കുറച്ച് വാക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ട്യൂപ്പിൾ എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കണം. ട്യൂപ്പിൾ ഇസ് ദ റോ ഇൻ എ റിലേഷൻ. ഒരു ടേബിളിലെ റോയെ വിളിക്കുന്നവരാണ് ട്യൂപ്പിൾ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അട്രിബ്യൂട്ട്സ് ഇൻ എ ടേബിൾ, അത് ഡിഗ്രിയാണ്. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈച്ച് കോളം ഇൻ എ ടേബിൾ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അട്രിബ്യൂട്ട്സ്. കാർഡിനാലിറ്റി, നമ്പർ ഓഫ് റോസ്. ഡൊമൈൻ, സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ദാറ്റ് ആൻ അട്രിബ്യൂട്ട് ക്യാൻ ഹാവ്. ഇപ്പോൾ റോൾ നമ്പർ 1 മുതൽ 50 വരെ, അപ്പോൾ 1ഉം 50ഉമാണ് അടുത്ത ഡൊമൈൻ വാല്യൂസ് എന്ന് പറയുന്നത്. അത്ര ഓർത്ത് വെച്ചേക്കാം. ഇനി കീസ് ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമൽ കീ അട്രിബ്യൂട്ട് ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് എ റോ ഇൻ എ റിലേഷൻ. കാൻഡിഡേറ്റ് കീയിൽ ഒരെണ്ണമായിരിക്കും പ്രൈമറി കീ എന്ന് പറയുന്നത്, അതാണ് പ്രോഗ്രാമർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ഒഴികെയുള്ള കീസിനെയാണ് കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത്. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ, ഒരു ടേബിളിലെ കീ മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണെങ്കിൽ അതിനെ ഫോറിൻ കീ എന്ന് പറയും. അപ്പോൾ കീസിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഇനി റിലേഷണൽ ഓൾജിബ്രയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങളെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി 9ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. 3 തരത്തിലുള്ള കമാൻഡ്സ്, DDL, DML, DCL കമാൻഡ്. ഇതിൻ്റെ എക്സാമ്പിൾ പഠിച്ച് വെച്ചേക്കുക. DDL കമാൻഡ് ക്രിയേറ്റ് ടേബിൾ,
alter table, drop table, create view, drop view. DML command, insert into, select, update, delete. DCL command, grant, revoke. പേര് എന്നറിഞ്ഞു വെച്ചേക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാനായിട്ട് സാധിക്കും. കൗണ്ട് SQL ഡാറ്റ ടൈപ്സിൽ അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. കൗണ്ട്, സം, AVG, മാക്സ്, മിൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂവിന് ഒറ്റ വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാം നെയിം ആൻഡ് 2 എക്സാമ്പിൾസ് ഓഫ് അഗ്രിഗേറ്റ് ഫങ്ഷൻ: കൗണ്ട്, സം, AVG, മാക്സ്, മിൻ. പിന്നെ എൻ്റർപ്രൈസ് 10ാമത്തെ ചാപ്റ്ററാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഇതൊരു ജനറൽ ചാപ്റ്ററാണ്. വാട്ട് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു 4-5 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെച്ചേക്കുക. ഫിനാൻഷ്യൽ മോഡ്യൂൾ, മാനുഫാക്ചറിങ് മോഡ്യൂൾ, പ്രൊഡക്ഷൻ മോഡ്യൂൾ, ഇൻവെൻറ്ററി കൺട്രോൾ, പർച്ചേസിംഗ് മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, എക്സെട്ര. കുറച്ച് ERP പാക്കേജ് എന്നറിഞ്ഞു വെച്ചേക്കുക: ഒറാക്കിൾ, സാപ്പ്, ഒഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടാലി, ERP. പിന്നെ കുറച്ച് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം: ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി, ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി. ഏതെങ്കിലും പഠിച്ചു വെച്ചേക്കുക ഇതിനകത്തിൽ. 11ാമത്തെ ചാപ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഇതിനകത്തിലും ചിലതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസിനെ പറ്റിയാണ്. മൊബൈൽ OS ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ആൻഡ്രോയിഡ് OS, iOS ഫ്രം ആപ്പിൾ, ബ്ലാക്ക്ബെറി OS ഫ്രം ബ്ലാക്ക്ബെറി. അപ്പോൾ അങ്ങനെ കുറച്ച് വിൻഡോസ് ഫോൺ മൊബൈൽ OS ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ SMS എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. MMS മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസാണ്. GPS ഗ്ലോബൽ പൊസിഷനിങ് സർവീസാണ്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വായിച്ച് വെച്ചേക്കുക. സൈബർ ക്രൈം എഗനസ്റ്റ് ഇൻഡിവിജ്വൽസ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെൻറ്റ്, ഇംപേഴ്സണേഷൻ, ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഈ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം ജയിക്കാൻ വേണ്ടി പഠിക്കാനുള്ള ഏറ്റവും ഒരു അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണിത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ഓരോ ചാപ്റ്ററിനെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ജയിക്കാൻ വേണ്ടി ഇത് സഹായകരമാകും. നല്ലൊരു പരീക്ഷ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഇത് പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഉറപ്പായിട്ടും ജയിക്കാനും നല്ല മാർക്ക് കിട്ടാനും സഹായകരമാകും. ഓക്കെ, ഇത് വിവരങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.